ചാർട്ട് പേപ്പറാണ്. അതിനെക്കാട്ടിയും ചെറിയൊരു പീസ് ഓഫ് പേപ്പർ, പിന്നെ അതിനെക്കാട്ടിയും ചെറിയൊരു പേപ്പർ, 3 പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഇങ്ങനെ മടക്കുക. ഇത് മടക്കിയിട്ട് വീണ്ടും രണ്ടാമതൊന്നുകൂടെ മടക്കുക. ഇനി മൂന്നാമതൊന്നുകൂടെ മടക്കണം. പിന്നെ നല്ല മൂർച്ചയുള്ള കത്രിക അല്ലെങ്കിൽ നമുക്ക് ഇത് വീണ്ടും ഒന്നുകൂടെ മടക്കേണ്ടതാണ്. ഞാൻ ഇത് 2ആയിട്ട് തന്നെ പൂ വരയ്ക്കുകയാണ്. ഇത് ഫ്ലവർ ഉണ്ടാക്കാനുള്ളതാണ്. ഇതേപോലെയുള്ളൊരു ഫ്ലവർ ഉണ്ടാക്കാനാണ്. ഇതേപോലൊരു ഫ്ലവർ ഉണ്ടാക്കാനാണ്. എന്നിട്ട് ഇതിൽ വരച്ചു കൊടുക്കണം. പെൻസിൽ വെച്ച് ഇതിൽ വരച്ചു കൊടുക്കണം. ഇവിടെ നീളം കുറഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ ആ സൈഡിൽ വെച്ചാണ് വരയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് അത് ഈ കട്ടിങ് നേരെ വരില്ല, പുറത്ത് വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അടുത്ത് വീണ്ടും ഒന്നുകൂടെ വരച്ചു കൊടുക്കണം. ഇതേപോലെ എം പോലെ വരയ്ക്കണം. വരച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാം. നല്ല മുറിച്ചുകളാണെങ്കിൽ ഒന്നുകൂടെ മടക്കിയിട്ട് നമുക്ക് ഒരു ഇതളായിട്ട് കട്ട് ചെയ്താൽ മതി. ഇതിപ്പം 2ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാകാൻ പാടില്ല. ഒരേ കണക്കിനുള്ള ഫ്ലവർ ആയിരിക്കണം. ഇനി നമ്മൾ ഇതിന് നൂത്ത് കൊടുക്കാം. ഇതേപോലെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അടുത്ത് വീണ്ടും രണ്ടാമത്തെ ഫ്ലവർ എടുക്കാം. രണ്ടാമത്തെ ഫ്ലവർ ഇതേപോലെ മടക്കുക. വീണ്ടും ഇതേപോലെ മടക്കുക. ഇതിൽ മൂന്നാമതൊന്ന് മടക്കുക. എന്നിട്ട് വീണ്ടും അതിൽ ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇനി അതിനെ നമ്മൾ ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്യണം. അകത്തോട്ട് കട്ട് ചെയ്യുക, പുറത്തോട്ട് കട്ട് ചെയ്യുക. കട്ടായിട്ടുണ്ട്. വീണ്ടും അത് ഓപ്പൺ ചെയ്ത് നോക്കാം. നടുക്ക് വേണമെങ്കിൽ അല്പം കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തത് ഈ ഏറ്റവും ചെറിയ പീസാണ്. അതും ഇതേപോലെ നമുക്ക് 4ആയിട്ട് മടക്കിയിട്ട്, ഇത് സ്ക്വയർ പേപ്പറാണ്, 4ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ചെറിയ പേപ്പറാണ്. ചെറിയൊരു ഫ്ലവറേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ നിന്ന് വലിയ പീസ് പേപ്പർ വെട്ടുമ്പോൾ വലിയ ഫ്ലവർ കിട്ടും.
ഇതേപോലെ തന്നെ ആ സൈഡും വെട്ടിക്കളയുക. അപ്പം ഏകദേശം ഒരു ഫ്ലവറിൻ്റെ രൂപമായിട്ടുണ്ട്, ഇതളിൻ്റെ രൂപമായിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പെറ്റലായിട്ട് നമ്മൾ നൂത്തെടുക്കണം. ഇവിടെ അല്പം ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ. നമുക്കിനി ഇതിനെ 3 ഫ്ലവറും കൂടെ ഒട്ടിച്ചെടുക്കണം. 3 ഫ്ലവറും കൂടെ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഗം എടുത്തിട്ടുണ്ട്. ഓരോ ഫ്ലവറായിട്ട് ആദ്യം വലിയ ഫ്ലവർ, രണ്ടാമത് ചെറിയ ഫ്ലവർ, മൂന്നാമത് ഏറ്റവും ചെറിയ ഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിനെങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ 3 കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ ഈ ഫ്ലവറിൻ്റെ ഈ ഗമ്മിൻ്റെ അറ്റം വെച്ച് നമ്മളൊന്ന് അതിനൊന്ന് ചുരുട്ടി ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് പൊങ്ങി വരും. അപ്പോൾ നമുക്കതിൽ ഇനി നമ്മളതിൻ്റെ ടോപ്പ് ഭാഗമാണ് ശരിയായി കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു പേപ്പർ എടുക്കണുണ്ട്. പേപ്പർ എടുത്തിട്ട് ഇത്രയും മതി, നമുക്ക് ഇത്രയും പേപ്പർ മതി. ഒരു പീസ് പേപ്പർ എടുക്കുക.